ഒരു കവിതാ സമാഹാരത്തിന്റെ പരിഭാഷ മൂലം തന്റെ ഐഡന്റിറ്റി തന്നെ മാറിമറിഞ്ഞ പണ്ഡിതനാണ് ഉമർ ഖയ്യാം. റുബായിയത്ത് എന്ന കാവ്യസമാഹാരം തന്നെയാണ് അദ്ദേഹം ഇന്ന് ലോകപ്രശസ്തനാവാനുള്ള കാരണം. എന്നാൽ ആ കാവ്യസമാഹാരം അദ്ദേഹത്തിന് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊടുത്തു. പല ഐഡന്റിറ്റികളിലാണ് ഇന്ന് ഉമർ ഖയ്യാം അറിയപ്പെടുന്നത്. ചിലർക്ക് അദ്ദേഹം അരാജകവാദിയും താന്തോന്നിയുമാണ്, ചിലർക്ക് മതഭക്തനും പൂർണ്ണ മനുഷ്യനുമാണ്, ചിലർക്ക് വഴികേടിലായ സൂഫിയും മതം വിട്ടവനുമാണ്. ഇതെല്ലാം റുബായിയത്ത് എന്ന ഒറ്റ കാവ്യസമാഹാരം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഇമേജുകളാണ്. മലയാളത്തിൽ മാത്രം 1.5 ഡസനോളം പരിഭാഷകൾ റുബായിയത്തിനുണ്ട്. ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, MP അപ്പൻ തുടങ്ങി നിരവധി പ്രതിഭകൾ റുബായിയത്തിനെ അവരുടേതായ രീതിയിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് കവി, ഫിലോസഫർ, ശാസ്ത്രകാരൻ എന്നെല്ലാം വിളിക്കാവുന്ന അതുല്യ പ്രതിഭ ഉമർ ഖയ്യാമിനെ കുറിച്ചാണ്. സ്വാഗതം. ഒരു സമയത്ത് ഉയർന്ന പ്രധാന വാദമായിരുന്നു ഒന്നിലധികം ഉമർ ഖയ്യാമുമാരുണ്ടെന്നുള്ളത്. റുബായിയത്ത് തന്നെയാണ് അതിന് കാരണം. കവിയായ ഉമർ ഖയ്യാം അല്ല ദാർശനികനും പണ്ഡിതനുമായ ഉമർ ഖയ്യാം എന്ന് ചിലർ വാദിച്ചു. ഉമർ ഖയ്യാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ അത്രയും സങ്കീർണമാണെന്നാണ് ഈ വാദം സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവർഷം 1048 ഇറാനിലെ ഖുറാസാൻ പ്രവിശ്യയിലെ നെയ്സാംപൂരിലാണ് ഉമർ ഖയ്യാം ജനിക്കുന്നത്. അബുൽ ഫത്തഹ് ഉമർ ഇബ്നു ഇബ്രാഹിം ഖയ്യാം എന്നാണ് ഉമർ ഖയ്യാമിന്റെ മുഴുവൻ പേര്. പിതാവായ ഇബ്രാഹിം തമ്പൊക്കെ കെട്ടുന്ന ആളായിരുന്നു. ഖയ്യാം എന്നാൽ തമ്പു കെട്ടുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഉമർ ഖയ്യാമിന് ഖയ്യാം എന്ന പേര് വന്നത്. ഒരു നിരക്ഷകനായിരുന്നു ഖയ്യാമിന്റെ പിതാവ് ഇബ്രാഹിം. എന്നാൽ തന്റെ മകന്റെ ബുദ്ധിസാമർഥ്യം കുട്ടിക്കാലത്ത് തന്നെ പിതാവിന് മനസ്സിലായി. തന്നെ പോലെ തന്റെ മകനും ആകരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പ്രദേശത്തെ പള്ളിയിലെ ഇമാമായിരുന്ന മൗലാന ഖാലി മുഹമ്മദിനോട് അദ്ദേഹം തന്റെ മകനെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഇമാം കുറച്ച് ചോദ്യങ്ങൾ കുട്ടിയായിരുന്ന ഉമർ ഖയ്യാമിനോട് ചോദിച്ചു. ഉത്തരങ്ങൾ കേട്ട് ഇമാം അത്ഭുതപ്പെട്ടുപോയി. ആ പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അറിവ് ഉമർ ഖയ്യാമിനുണ്ടെന്ന് ഇമാം മനസ്സിലാക്കി. ഉമർ ഖയ്യാമിനെ പഠിപ്പിക്കാമെന്ന് ഇമാം പിതാവായ ഇബ്രാഹിമിന് വാക്കുകൊടുത്തു. ഖുർആൻ ഏകദേശം ഉമർ ഖയ്യാം അപ്പോഴേക്കും മനഃപ്പാടമാക്കിയിരുന്നു. അറബി വ്യാകരണം, ഖുർആൻ വിജ്ഞാനീയങ്ങൾ, സാഹിത്യം, കർമ്മശാസ്ത്രം എന്നിവ ഖാലി മുഹമ്മദിൽ നിന്ന് ഉമർ ഖയ്യാം പഠിച്ചെടുത്തു. തനിക്കറിയാവുന്ന എല്ലാം പഠിപ്പിച്ചു കൊടുത്ത ഇമാം ആ വിവരങ്ങൾ മാത്രം കൊണ്ട് ഉമർ ഖയ്യാമിന്റെ അറിവിന്റെ വിശപ്പ് മാറില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തുടർ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം തന്നെ സൗകര്യം ചെയ്തു കൊടുത്തു. ഖാജ അബുൽ ഹസൻ അൽ അൻബാരിയുടെ കീഴിലാണ് പിന്നീട് ഉമർ ഖയ്യാം വിദ്യാഭ്യാസം നേടിയത്. ഗണിതം, ഗോളശാസ്ത്രം, വിശ്വഘടനാ തത്വങ്ങൾ എന്നിവയായിരുന്നു പ്രധാന പഠന വിഷയങ്ങൾ. ഇവിടെ വെച്ച് ടോളമിയുടെ അൽമാജസ്റ്റ് എന്ന ഗ്രന്ഥം പൂർണ്ണമായും ഉമർ ഖയ്യാം പഠിച്ചെടുത്തു. പൊതുവെ മൗനിയും അന്തർമുഖനുമായിരുന്നു ഉമർ ഖയ്യാം. പഠനം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വഴി. വായിക്കുക, അറിയുക, അതിലപ്പുറം ഒന്നിനും ഉമർ ഖയ്യാം പ്രാധാന്യം കൊടുത്തില്ല. ഖാജയുടെ ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ ഇമാം മുവഫഖ് നെയ്ശാംപൂരിയുടെ ശിഷ്യനാകാനും ഉമർ ഖയ്യാമിന് ഭാഗ്യം ലഭിക്കുന്നുണ്ട്. രാജകുമാരന്മാർക്കും രാജകുടുംബാംഗങ്ങൾക്കും മാത്രം വിദ്യാഭ്യാസം നൽകുന്ന ഒരു സെലിബ്രേറ്റഡ് പണ്ഡിതനായിരുന്നു ഇമാം മുവഫഖ്. ഒരു സാധാരണ കുടുംബാംഗം എന്ന നിലയിൽ ഉമർ ഖയ്യാമിന് അതൊരു അസാധ്യ നേട്ടം തന്നെയായിരുന്നു. ഉമർ ഖയ്യാമിന്റെ ബുദ്ധിവൈഭവം നേരിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് മുവഫഖ് ഉമർ ഖയ്യാമിനെ ശിഷ്യനായി സ്വീകരിച്ചത്. ഖുർആൻ വ്യാഖ്യാനം, കർമ്മശാസ്ത്രം എന്നിവയുടെ ഉയർന്ന തലങ്ങളാണ് മുവഫഖിൽ നിന്ന് ഉമർ ഖയ്യാം പഠിച്ചെടുത്തത്. തുടർന്ന് ഷെയ്ഖ് മുഹമ്മദ് മൻസൂർ എന്ന പണ്ഡിതനിൽ നിന്നാണ് ഉമർ ഖയ്യാം ഫിലോസഫി പഠിക്കുന്നത്. ഇബ്നു സീനയെയാണ് ഈ കാലയളവിൽ ഉമർ ഖയ്യാം കൂടുതൽ വായിച്ചത്. ഇബ്നു സീനയുടെ ഇഷാറാത്ത് എന്ന പുസ്തകം മരണം വരെ എല്ലാ ദിവസവും കുറച്ചെങ്കിലും വായിച്ചിരുന്നുവെന്ന് ഉമർ ഖയ്യാമിന്റെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു സീനയെ തന്റെ ആത്മീയ ഗുരുവായി ഉമർ ഖയ്യാം കണ്ടിരുന്നു. മരണക്കിടക്കയിൽ വെച്ച് പോലും ഇഷാറാത്ത് വായിക്കുകയായിരുന്നു ഖയ്യാം. ഇബ്നു സീന അത്രത്തോളം ഉമർ ഖയ്യാമിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇബ്നു സീനയുടെ വിമർശകരെ കണിശമായാണ് ഉമർ ഖയ്യാം നേരിട്ടത്. ഇനി നമുക്ക് ഉമർ ഖയ്യാമിന്റെ തത്വചിന്തയിലേക്ക് കടക്കാം. ഉമർ ഖയ്യാമിനെ ഇന്ന് നമ്മളെല്ലാം അറിയുന്ന ഉമർ ഖയ്യാമാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ പ്രശസ്ത കാവ്യസമാഹാരമായ റുബായിയത്ത് തന്നെയാണ്. റുബായിയത്തിൽ ചർച്ച ചെയ്യുന്ന ഫിലോസഫി ആദ്യം നമുക്ക് പരിശോധിക്കാം. അസ്തിത്വത്തെ അഥവാ മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് ഖയ്യാം റുബായിയത്തിലെ കവിതകളിലൂടെ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളത്. കാറ്റും കോളും നിറഞ്ഞ കടലായാണ് ഖയ്യാം അസ്തിത്വത്തെ കാണുന്നത്. ആ കടലിലെ നിലയില്ലാത്ത കപ്പലാണ് മനുഷ്യരുടെ ജീവിതമെന്നും ഖയ്യാം പറഞ്ഞു വെക്കുന്നു. ആടി ഉലയുന്ന സദാ തിരകളടിച്ചു കയറുന്ന കപ്പലിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒരുവൻ ജ്ഞാനത്തിന്റെ വീഞ്ഞു കുടിക്കണമെന്ന് ഖയ്യാം പറയുന്നു. ആകാശത്തിലെ മേഘങ്ങൾ പോലെയും ഭൂമിയിലെ മണൽ പോലെയും അസ്ഥിരമാണ് ജീവിതമെന്ന് ഖയ്യാം പറയുന്നു. ഒരു കാറ്റ് മതിയാകും, ഏതു നിമിഷവും തിട്ടകൾ
മാറിമറിയാൻ. അസ്ഥിരവും നശ്വരവുമായതിനെ സ്ഥിരമെന്നും അനശ്വരമെന്നും നിരക്കാൻ വിഡ്ഢിക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ ഖയ്യാം പറഞ്ഞു വെക്കുന്നത്. ജീവിതം നശ്വരമാണെന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായി യുക്തിക്ക് നിരക്കാത്തതാണെന്നും ഉമർ ഖയ്യാം പറയുന്നുണ്ട്. സഹനങ്ങളുടെ ആകെത്തുകയാണ് ജീവിതം. ഒരു തീർച്ചയില്ലാത്തതും എത്തിച്ചേരാനാവാത്തതുമായ ജീവിതം എന്തിന് ദൈവം തന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. യാഥാർത്ഥ്യത്തെ അങ്ങനെ ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക മാർഗമെന്ന് ഉമർ ഖയ്യാം പറഞ്ഞു വെക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ നിമിഷം എന്നെല്ലാം പറയുന്ന ആ പോയിന്റിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്നത് ഖയ്യാമിനെ ഏറെ അലട്ടിയിരുന്ന ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. മരണം ജീവിതത്തെ വ്യാഖ്യാനിക്കാനുള്ള ഉപാധിയായാണ് ഉമർ ഖയ്യാം കണ്ടത്. ഉത്തരം കിട്ടാത്ത പല ഫിലോസഫിക്കൽ ചുഴികളെയും മരണം അപ്രസക്തമാക്കുന്നു. മരണം ജീവിതത്തിന്റെ അവസാനമല്ല, നിഗൂഢതകളിലേക്കുള്ള തുറവിയാണ്. എന്നാൽ മരണത്തിനപ്പുറമുള്ള ദിവ്യ രഹസ്യങ്ങൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കപ്പുറത്താണ്. അതിനാൽ അസ്തിത്വത്തിന്റെ കടലിൽ വീണുകിടക്കുന്ന നാം ചുറ്റും നോക്കി ഇവിടെ ഇപ്പോൾ ഉള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് ഉമർ ഖയ്യാം പറഞ്ഞു വെക്കുന്നു. ഡിറ്റർമിനിസത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഉമർ ഖയ്യാം. മനുഷ്യന് ഫ്രീ വില്ലില്ലെന്നും സ്വന്തം ഇച്ഛയാൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മനുഷ്യന്റെ ആക്ഷൻ അടക്കം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നും വിശ്വസിക്കുന്ന സ്കൂളാണ് ഡിറ്റർമിനിസം. അതിൽ ഖയ്യാം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. നാം സ്വയം തിരഞ്ഞെടുത്തതല്ല ഈ ജീവിതം, നിയതി നമുക്ക് നൽകിയതാണ്. അസ്തിത്വം അതിന്റെ ചെസ് ബോർഡിൽ നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. നിരാശയില്ലാതെ ഈ കളിയിൽ പങ്കുചേരാൻ ജ്ഞാനത്തിന്റെ വീഞ്ഞു നമ്മളെ സഹായിക്കും. എല്ലാവരും ജ്ഞാനത്തിന്റെ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായി ഭയമില്ലാതെ ജീവിതത്തെ നേരിടുക എന്നതാണ് ഉമർ ഖയ്യാമിന്റെ ആഹ്വാനം. ജ്ഞാനമാകുന്ന വീഞ്ഞ് നമ്മെ എല്ലാ ഭയത്തിൽ നിന്നും മോചിപ്പിക്കും. ഏകദേശം ഈ വക ഫിലോസഫിക്കൽ സംഗതികളാണ് ഉമർ ഖയ്യാം റുബായിയത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. ജീവിതത്തിന്റെ അസ്ഥിരത, തിന്മ, ദൈവിക നീതി, സന്ദേഹം, മരണം, ഡിറ്റർമിനിസം എന്നിവയാണ് റുബായിയത്തിന്റെ ദാർശനിക പ്രശ്നങ്ങളെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. റുബായിയത്ത് വായിച്ച സൂഫികളാകട്ടെ മറ്റൊരു തരത്തിലാണ് മഹാകാവ്യത്തെ കാണുന്നത്. സൂഫിസത്തിന്റെ ഹൃദയവും ആത്മാവുമാണ് റുബായിയത്ത് എന്നാണ് സൂഫികൾ പറയുന്നത്. ദൈവാനുരാഗം, ആത്മീയ യാത്ര, സത്താപരമായ ഏകത തുടങ്ങിയവയാണ് റുബായിയത്തിൽ ചർച്ച ചെയ്യുന്നതെന്ന് സൂഫികൾ പറയുന്നു. 1000-ൽ പരം ചതുഷ്പദികൾ. ചതുഷ്പദികൾ എന്ന് പറഞ്ഞാൽ 4 വരിയുള്ള കവിതകൾ എന്നാണ് അർത്ഥം. റുബായി എന്ന പേർഷ്യൻ വാക്കിനും ഇതുതന്നെയാണ് അർത്ഥം. അങ്ങനെയുള്ള 1000 ചതുഷ്പദികൾ ഉമർ ഖയ്യാം എഴുതിയിട്ടുണ്ട്. ഇവ സമഗ്രമായി പഠിക്കുമ്പോൾ മാത്രമേ ഖയ്യാമിന്റെ യഥാർത്ഥത്തിലുള്ള ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാനാകൂ എന്നാണ് റുബായിയത്തിനെ ആഴത്തിൽ പഠിച്ച മഹദി അമീൻ തസ്വി തന്റെ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ദൈവത്തെക്കുറിച്ച് എന്താണ് ഉമർ ഖയ്യാം പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടലിന്റെ ദൈവത്തെക്കുറിച്ചുള്ള പ്രധാന തിയറിയാണ് അൺമൂവ്ഡ് മൂവർ. ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഈ തിയറി എന്താണെന്ന് പറയാം. നിരനിരയായി നിരത്തിവെച്ച ഡൊമിനോസ് വീഴുന്ന വീഡിയോസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഓരോ ഡൊമിനോസും മറ്റൊന്നിന്റെ മേലിലേക്ക് വീഴുമ്പോഴാണ് നിരനിരയായി അത് വീഴുന്നത്. ഓരോ ഡൊമിനോസും മറ്റൊന്ന് മൂവ് ചെയ്യാൻ കാരണമാകുന്നു. എന്നാൽ ആദ്യത്തിൽ നിൽക്കുന്ന ഡൊമിനോസ് വീഴാൻ പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് ആവശ്യമാണ്. ഇങ്ങനെ ലോകത്തുള്ള എന്ത് തരത്തിലുള്ള മോഷനും ഒരു ഫോഴ്സ് ആവശ്യമാണ്. ആ ഫോഴ്സിന്റെ അറ്റം അന്വേഷിച്ചു പോകുമ്പോൾ പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് ആവശ്യമാണെന്ന് നമുക്ക് ബോധ്യമാകും. ആ ഫോഴ്സ് ആണ് ദൈവമെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദൈവത്തിന്റെ അനിവാര്യത അരിസ്റ്റോട്ടിൽ വിശദീകരിക്കുന്നത് ഈ തിയറിയിലൂടെയാണ്. ഉമർ ഖയ്യാമും ഈ തിയറിയുടെ ചുവട് പിടിച്ചാണ് ദൈവാസ്തിത്വത്തെ വിശദീകരിക്കുന്നത്. അനിവാര്യമായ ഉണ്മയായാണ് ഖയ്യാം ദൈവത്തെ കാണുന്നത്. ഏത് കാര്യത്തിനും കാരണം വേണമെന്ന കേവല യുക്തി വെച്ച് തന്നെയാണ് ഖയ്യാം ദൈവത്തിന്റെ അസ്തിത്വത്തെ സ്ഥാപിക്കുന്നത്. കാര്യകാരണങ്ങളുടെ ചെയിൻ നീണ്ടുപോകുമ്പോൾ അനിവാര്യമായ ഉണ്മയിൽ അത് അവസാനിക്കുന്നു. അതായത് കാര്യകാരണങ്ങളുടെ ശൃംഖല അനന്തമായി നീളുകയല്ല ചെയ്യുന്നത്, അത് ദൈവത്തിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഗുണങ്ങൾ അടിസ്ഥാനപരമായി അമൂർത്തമാണ്, അഥവാ സത്തയിൽ തന്നെ ലീനമാണ്. ഒരു ഗുണവും സ്വതന്ത്രമായി നിലനിൽക്കുന്നില്ല, ബൗദ്ധമില്ലാത്ത ടോട്ടാലിറ്റിയാണത്. ദൈവിക സത്തയിൽ നിന്ന് ഗുണങ്ങളെ വേർതിരിച്ചു കാണുന്ന ഇസ്ലാമിക തിയോളജി സ്കൂളുകളായ മുഅ്തസിലി, അശ്ശരി സ്കൂളുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ഖയ്യാം ഈ നിരീക്ഷണത്തിലൂടെ. വിവിധ അസ്തിത്വങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾക്കുള്ള കാരണം കണ്ടെത്തലാണ് ഏറ്റവും വലിയ ഫിലോസഫിക്കൽ പ്രോബ്ലം എന്ന് ഉമർ ഖയ്യാം നിരീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു അസ്തിത്വം മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠം എന്നതിന് ഫിലോസഫിക്കലായ ഒരു വിശദീകരണം ആവശ്യമാണ്. എന്നാൽ ആ വിശദീകരണം ഏറ്റവും ദുഷ്കരമാണെന്ന് ഉമർ ഖയ്യാം പറയുന്നു. ഒരു വസ്തു ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്ത്, എന്തുകൊണ്ടത് നിലനിൽക്കുന്നു എന്നീ 3 ചോദ്യങ്ങളാണ് ഫിലോസഫിക്കലി പ്രസക്തമായ 3 ചോദ്യങ്ങൾ. ഏതൊരു അസ്തിത്വത്തെയും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനു മുന്നിൽ നിർത്തുകയാണെങ്കിൽ അവസാനം ചെന്നെത്തുക കാരണമില്ലാത്ത അസ്തിത്വമായ അനിവാര്യമായ ഉണ്മയിലേക്കാണ്. ആ ഉണ്മയാണ് ഖയ്യാമിന് ദൈവം. ഉമർ ഖയ്യാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കൂടെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. വളരെ കുറച്ചു മാത്രം എഴുതിയ ശാസ്ത്രകാരനും ദാർശനികനുമാണ് ഉമർ ഖയ്യാം.
ആ പുസ്തകങ്ങളെ കൂടി പരിചയപ്പെടുത്തി ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. 14 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി ഉള്ളത്. ശാസ്ത്രത്തിൽ അത്യാവശ്യം അറിവുള്ളവർക്ക് മാത്രം ദഹിക്കുന്ന സാങ്കേതിക സ്വഭാവമുള്ള രചനകളാണ് അവയിൽ കൂടുതലും. അൽ കൗലു അല അജ്നാസില്ലദി ബിൽ അർബ. ഉമർ ഖയ്യാം സംഗീതത്തെക്കുറിച്ച് ആഴത്തിൽ എഴുതിയ കൃതിയാണിത്. സംഗീതത്തിന്റെ സാങ്കേതിക പദങ്ങളും പ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള സൈദ്ധാന്തിക രചനയാണ് ഇത്. സംഗീതവും ഗണിതശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ് ഈ കൃതിയുടെ പ്രധാന ഇതിവൃത്തം. അൽ ഫറാബി, ഇബ്നു സീന തുടങ്ങിയവരുടെ സംഗീതത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളും ഈ കൃതിയിൽ ഉമർ ഖയ്യാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വരസ്ഥാനങ്ങളുടെ ശ്രേണിയെ ഉമർ ഖയ്യാം ഈ കൃതിയിൽ പുനർവർഗീകരിച്ചിട്ടുണ്ട്. അടുത്ത കൃതിയുടെ പേര് അല്പം വലിപ്പമുള്ളതാണ്. റിസാല ഫി ഷറഫിമ അഷ്കല മിൻ മുസാതുറാത്തി കിതാബി ഇഗ്ലിഗീസ്. 3 ഭാഗങ്ങളാണ് ഈ കൃതിക്കുള്ളത്. യൂക്ലിഡിന്റെ ഗ്രന്ഥത്തിലെ പ്രശ്നങ്ങളാണ് ഉമർ ഖയ്യാം ഈ കൃതിയിൽ ചർച്ച ചെയ്യുന്നത്. യൂക്ലിഡിന്റെ ക്ഷേത്രഗണിത തത്വങ്ങളെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുകയാണ് ഉമർ ഖയ്യാം. അനുപാതം, അംശബന്ധം എന്നിവയെ സംബന്ധിച്ച് യൂക്ലിഡ് അവതരിപ്പിച്ച തത്വങ്ങൾ അപൂർണമാണെന്ന് ഗണിതശാസ്ത്രപരമായ തെളിവുകൾ നിരത്തി വിശദീകരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ ഉമർ ഖയ്യാം ചെയ്യുന്നത്. റിസാല ഫി കിസ്മി റുബൈ ദായിറ. മുസ്ലിം ഗണിതശാസ്ത്രജ്ഞരെ കുറിച്ചുള്ള പഠനമാണ് ഈ കൃതിയിലൂടെ ഉമർ ഖയ്യാം നടത്തുന്നത്. ഗണിതശാസ്ത്രത്തിൽ അവർ നൽകിയ സംഭാവന, അവരുടെ ഗണിത തത്വങ്ങൾ എന്നിവ ഈ ഗ്രന്ഥത്തിലൂടെ ഉമർ ഖയ്യാം വിശദീകരിക്കുന്നു. റിസാല ഫിൽ കൗനി വ തക്ലീഫ്. ശരിക്കും ഒരു കത്തിനുള്ള മറുപടിയാണ് ഈ കൃതി. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, മനുഷ്യന്റെ മതപരമായ ബാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ചില ഫിലോസഫിക്കൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അബ്ദുൽ റഹീം നസവി ഉമർ ഖയ്യാമിന് ഒരു കത്ത് അയച്ചിരുന്നു. അതിന് ഉമർ ഖയ്യാം നൽകിയ മറുപടിയാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ഉന്മ, അനിവാര്യത, സത്ത, ദ്രവ്യം എന്നിവയെക്കുറിച്ചുള്ള സത്തശാസ്ത്രപരമായ വിശകലനമാണ് ഈ കൃതിയുടെ ഉള്ളടക്കം. വസ്തുക്കളുടെ ഹേതു എന്താണെന്ന് ദാർശനികമായി ഈ കൃതിയിൽ ഉമർ ഖയ്യാം വിശദീകരിക്കുന്നു. മതപരമായ ബാധ്യതകൾ നിർവഹിക്കേണ്ടതിന്റെ അനിവാര്യതയും പാരത്രിക പ്രതിഫലങ്ങളുടെ ആവശ്യകതയും ഉമർ ഖയ്യാം ഈ കൃതിയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. റിസാലെ ദർ ഇൽമെ കുല്യാദെ വുജൂദ്. മൂലകങ്ങൾ, സംയുക്തങ്ങൾ, പ്രപഞ്ചം എന്നിവയെക്കുറിച്ചുള്ള അരിസ്റ്റോട്ടലിയൻ തിയറികളിൽ നിന്ന് തുടങ്ങി വൈവിധ്യമാർന്ന ഫിലോസഫിക്കൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന കൃതിയാണ് ഇത്. അന്വേഷികളെ ഈ കൃതിയിൽ ഖയ്യാം തരംതിരിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. തിയോളജിസ്റ്റുകൾ, ദാർശനികർ, ഇസ്മായിലികൾ, സൂഫികൾ എന്നിങ്ങനെയാണ് ദൈവാന്വേഷികളെ ഖയ്യാം തരംതിരിക്കുന്നത്. റിസാല ജവാബൻ ലി സലാസി മസായിൽ. 3 ദാർശനിക പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം എന്ന നിലക്കാണ് ഖയ്യാം ഈ കൃതി രചിക്കുന്നത്. ഒരാളുടെ മരണശേഷം അയാളുടെ ആത്മാവ് സുബോധത്തോടെ അവശേഷിക്കുമോ? ആകസ്മിക സംഭവങ്ങൾക്ക് ഒറ്റ കാരണം ഉണ്ടാവുക സാധ്യമാണോ? സമയം എങ്ങനെ ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്നീ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ കൃതിയിലൂടെ ഉമർ ഖയ്യാം അന്വേഷിക്കുന്നത്. പേർഷ്യയിലെ പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതനും ന്യായാധിപനുമായിരുന്ന അബൂ ത്വാഹിറുമായി നടത്തിയ ഫിലോസഫിക്കൽ സംവാദമാണ് ഈ കൃതിയുടെ രചനാ പശ്ചാത്തലം. റുബായിയത്ത് വ അശ്വർ. ഉമർ ഖയ്യാമിനെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോലും കാരണമായ കൃതിയാണ് റുബായിയത്ത്. ലോകം മുഴുവൻ ഖയ്യാമിനെ വായിക്കാനും അറിയാനും റുബായിയത്ത് കാരണമായി. 4 വരികൾ എന്നാണ് റുബായിയത്തിന്റെ അർത്ഥമെന്ന് മുകളിൽ പറഞ്ഞല്ലോ. റുബായിയത്തിലെ കവിതകളുടെ ശരിയായ എണ്ണത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. 1200 കവിതകൾ ഉമർ ഖയ്യാമിന്റേതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം കവിതകളും പേർഷ്യൻ ഭാഷയിലുള്ളതാണ്. ചില കവിതകൾ അറബിയിലുമുണ്ട്. എഡ്വേർഡ് ഫിറ്റ്സ് ജെറാൾഡ് എന്ന ഇംഗ്ലീഷുകാരനാണ് റുബായിയത്തിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. തനിക്ക് മനസ്സിലായ രീതിയിലാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത്. അതിനാൽ തന്നെ പല പിഴവുകളും അതിൽ സംഭവിച്ചു. ആധ്യാത്മിക ലഹരിയെക്കുറിച്ച് ഉമർ ഖയ്യാം എഴുതിയത് അക്ഷരാർത്ഥത്തിലുള്ള ലഹരിയായാണ് ജെറാൾഡ് അവതരിപ്പിച്ചത്. ഈ പരിഭാഷയോടെ ഉമർ ഖയ്യാം എന്ന കവി പാശ്ചാത്യ ലോകത്ത് പ്രസിദ്ധനായി. എന്നാൽ അരാജകവാദിയായ മദ്യപാനിയായാണ് ഖയ്യാം പാശ്ചാത്യ ലോകത്ത് മനസ്സിലാക്കപ്പെട്ടത്. ഇതൊക്കെയാണ് ഉമർ ഖയ്യാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഫിലോസഫിയെക്കുറിച്ചുമുള്ള ചെറുവിവരണം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചിന്തകനെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.